ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു മിൽക്ക് ബണ്ണാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ബണ്ണ് നമുക്ക് ചായൻ്റെ കൂടെയും അതുപോലെ തന്നെ കറികളുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെയാണ് നമ്മളും ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ബണ്ണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഓവനില്ലാതെയും തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിന്നിവിടെ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഈ ബണ്ണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സോഫ്റ്റ് മിൽക്ക് ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ മിൽക്ക് ബണ്ണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ അരക്കപ്പ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിതിലേക്ക് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അപ്പോൾ പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടി ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് ഈസ്റ്റ് ആക്റ്റീവായി വന്നതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ബണ്ണിന് ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിത് കറിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ പാലിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ മെഷർമെൻറ്റ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ പാലും അളന്നെടുക്കണം എന്ന് മാത്രം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ബട്ടർ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ടയാണ്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കിനി ഇതിലേക്ക് കോഴിമുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് അതിന് പകരം പാലെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂണും കൂടി കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അഥവാ നിങ്ങളെടുക്കുന്ന പാലിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നിങ്ങൾ ഇതേ മെഷർമെൻറ്റിൽ പാലെടുക്കുകയാണെങ്കിൽ ഈ 2 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഈ പാല് കറക്റ്റായിരിക്കും. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ മാവ് നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കിട്ടേണ്ടത്. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ വലിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. എന്നാലേ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ മാവ് തുടക്കത്തിൽ കുഴച്ചെടുക്കുമ്പോൾ ചെറിയൊരു ഒട്ടലൊക്കെ ഫീൽ ചെയ്യും. നമ്മളിത് കുറച്ച് നേരം ഇതിങ്ങനെ കുഴച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒട്ടലൊക്കെ അത് മാറിക്കോളും. ഇപ്പം ഞാൻ ഈ മാവ് ഒരു 10 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള മാവ് കൊണ്ട് ബണ്ണുണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരാനായിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മാവ് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് കൊണ്ടോ അടച്ച് വെച്ചിട്ട് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട് 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചധികം സമയമെടുക്കും ഇത് പൊങ്ങി വരാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ മാവ് ആ വെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ ആ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചാൽ ഈ മാവ് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങിക്കിട്ടും. ഇപ്പം നമുക്ക് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് സോഫ്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക.
അതിനുശേഷം ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മാവ് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ മാവ് ഏത് പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പറിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി തട്ടിയെടുത്താലും മതി. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാത്രം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ മാവ് ഒരേ വലുപ്പത്തിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാ ബണ്ണും ഒരേ വലുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി ഇതിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം മാവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം മാവിൻ്റെ ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ അറ്റം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്ക് ഈ ബണ്ണിൻ്റെ ഉൾഭാഗം ആ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ മാവ് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ഈ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ബലം പ്രയോഗിക്കരുത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇതിൻ്റെ അടിഭാഗം നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്തതിന് ശേഷം ക്രാക്കൊന്നും വരാതെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്ത മാവ് ഓരോന്നും ഒന്ന് മറ്റൊന്നും തൊടാത്ത രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. കാരണം നമ്മൾ ഈ മാവ് ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ മാവ് ഒന്നും കൂടി പൊങ്ങി വരും. നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് 7 ബോൾസാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് നേരം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ടോ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും ഈ മാവ് ഡബിൾ സൈസായിട്ട് നല്ലതുപോലെ പൊങ്ങി വരും. ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുള്ളൂ. 15 മിനിറ്റിന് ശേഷം കണ്ടോ, ഈ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാവൂ. അപ്പോഴാണ് നമുക്ക് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ടയുടെ യെല്ലോ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ മാവിന് മുകളിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതൊരുപാടൊന്നും വേണ്ട, താഴേക്കൊന്നും ഒലിക്കാത്ത രീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ബണ്ണിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകാനാണ് നമ്മൾ ഇതുപോലെ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ബണ്ണ് കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ ഓവനിൽ വെച്ചിട്ടല്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് വലിയൊരു പാത്രം ഒരു 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ പോട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തപ്പോൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ അടച്ചു വെക്കുക. നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോൾ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊരു ഫോയിൽ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ചൂടൊന്നും പുറത്ത് പോവാതെ പാത്രത്തിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ആ കറക്റ്റ് ബേക്കിംഗ് എഫക്റ്റ് തന്നെ കിട്ടുള്ളൂ. ഇനി ഇതൊരു 20-25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ 1 മിനിറ്റ് നേരം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഓവനിലാണെങ്കിലും ഇതേപോലെ തന്നെ 20-25 മിനിറ്റ് തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 25 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബണ്ണ് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഈ പാത്രത്തിലെ ചൂടൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ മാത്രമേ നമുക്കിതുപോലെ ബണ്ണിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടുള്ളൂ.
ഇനി ഈ ബണ്ണിൻ്റെ മുകൾ ഭാഗം നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ഗ്ലേസിങ്ങോടും കൂടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ബണ്ണ് ചൂടാറാനായിട്ട് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ബണ്ണ് ബേക്കായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബണ്ണ് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു നൈഫ് വെച്ചിട്ട് ഈ കേക്ക് ടിന്നിൻ്റെ അരികുവശം ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ബണ്ണ് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ നമുക്ക് ഈ ബണ്ണ് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ അടിഭാഗത്തുള്ള ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിവശം ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്. നമുക്ക് കടകളിൽ നിന്നും കിട്ടുന്ന അതേ ടെക്സ്ചറിലും അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിലുമാണ് നമുക്ക് ഈ ബണ്ണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ബണ്ണാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മിൽക്ക് ബണ്ണ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇത് ബീഫ് കറി, മട്ടൻ കറി അതുപോലത്തെ കറികളുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് കറി ഇല്ലെങ്കിലും വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇനി കടകളിൽ നിന്നും ബണ്ണ് വാങ്ങിക്കാതെ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.